നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കിയുള്ള ക്രിസ്മസ് ആഘോഷലഹരിയിൽ നാടും നഗരവും. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ കരുണയുടെയും ശാന്തിയുടെയും ദൂതുമായി യേശു പിറന്നതിന്റെ ഓർമ്മ പുതുക്കലാണ് ക്രിസ്തുമസ്. കാസർഗോഡ് ജില്ലയിൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ജില്ലയിലെ 94.72% പേരെ SIR പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്താൻ സാധിച്ചതായി ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ പറഞ്ഞു. മഹമ്മൂദിന് കൈത്താങ്ങായി നാടൊന്നിച്ചു. തോട്ടം സാന്ത്വനം ക്ലബിന്റെ നേതൃത്വത്തിൽ ബക്കറ്റ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. കുമ്പള ആരിക്കാടി ടോൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് മുസ്ലിം ലീഗും CPMഉം ശ്രമിക്കുന്നതെന്ന് BJP കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്. ജില്ലയിലെ സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. കല്യോട്ട് ശ്രീ ഭഗവതി ക്ഷേത്ര കഴകം കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. വാർത്തകൾ വിശദമായി. തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കിയുള്ള ക്രിസ്മസ് ആഘോഷലഹരിയിൽ നാടും നഗരവും. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ കരുണയുടെയും ശാന്തിയുടെയും ദൂതുമായി യേശു പിറന്നതിന്റെ ഓർമ്മ പുതുക്കലാണ് ക്രിസ്തുമസ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന വചനം ആവർത്തിക്കുകയാണ് ഓരോ ക്രിസ്മസും. വിശ്വാസദീപ്തിയിൽ വിണ്ണിലും മണ്ണിലും നക്ഷത്രവിളക്കുമായി വിശ്വാസികൾ പുണ്യരാവിനെ എതിരേൽക്കുന്ന ദിനം. പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്ദേശമാണ് ക്രിസ്മസ് നൽകുന്നത്. വീടുകളിലും പള്ളികളിലുമെല്ലാം പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീയും ഒരുങ്ങിക്കഴിഞ്ഞു. ക്രിസ്മസ് ആഘോഷങ്ങളിൽ പ്രധാനമാണ് രാത്രിയിലെ കരോൾ സംഘങ്ങൾ. ജാതിമത ചിന്തകൾക്കപ്പുറം ആശംസകൾ പറഞ്ഞും സമ്മാനങ്ങൾ കൈമാറിയും ലോകമെങ്ങും ക്രിസ്മസിനെ വരവേൽക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലയിൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ജില്ലയിലെ 94.72% പേരെ SIR പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്താൻ സാധിച്ചതായി ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ പറഞ്ഞു. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷന് ശേഷം കാസർഗോഡ് ജില്ലയിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ പറഞ്ഞു. ജില്ലയിലെ 94.72% പേരെ SIR പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്താൻ സാധിച്ചു. 10,21,345 പേരാണ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടത്. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും BLA BLOമാരും കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതകർമ്മ സേനാ അംഗങ്ങൾ, SC ST പ്രൊമോട്ടർമാർ തുടങ്ങി നിരവധി പേർ പ്രവർത്തനത്തിന്റെ ഭാഗമായി. SIR പ്രവർത്തനത്തിൽ പൂർണ്ണ തൃപ്തനെന്നും കളക്ടർ പറഞ്ഞു. നമ്മുടെ ജില്ലയില് 10,21,345 വോട്ടർമാരാണ് റെക്കോർഡ് പ്രകാരം ഉള്ളത്. അത് എന്ന് പറയുന്നത് നമ്മള് എനുമറേഷൻ ഫോം കൊടുത്തതില് 94.72% ആളുകളെ നമ്മള് ഡ്രാഫ്റ്റ് റോളിൽ നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അപ്പൊ ഇന്ന് നമുക്ക് ഡ്രാഫ്റ്റ് റോള് പൊളിറ്റിക്കൽ പാർട്ടി അംഗങ്ങൾക്ക് നമ്മൾ കൈമാറും. അതേ റോള് ഓൺലൈനിലും അവൈലബിൾ ആവും. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും വെരിഫൈ ചെയ്യാം. ഇപ്പൊ കാസർഗോഡിലുള്ള നമ്മുടെ ആൾക്കാരോട് പറയാനുള്ളത്, ഈ നിങ്ങളുടെ പേര് ഈ ഡ്രാഫ്റ്റ് റോളിൽ വന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അഥവാ നിങ്ങൾ പേര് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫോം 6 പുതിയ അപേക്ഷ കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് നിങ്ങൾ വളരെ പ്രധാനമാണ്. നമ്മൾ ഈ ഒരു ഡ്രാഫ്റ്റ് റോൾ ഇന്ന് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ജനുവരി 22 വരയ്ക്കും ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻ പീരീഡ് ആണ്. 14 ഫെബ്രുവരി വരയ്ക്കും നമ്മൾ നോട്ടീസ് പീരീഡ് ആണ്. അതായത് ഈ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് നോട്ടീസ് കൊടുക്കാനുള്ള തീരുമാനം EROമാരാണ് എടുക്കുന്നത്. EROമാരെ നോട്ടീസ് ചെയ്യും. അതിനുശേഷമാണ് അത് ഫൈനലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജില്ലയെ സംബന്ധിച്ചോളം അൺകളക്ടബിൾ ആയിട്ടുള്ളത് 56,911 അതില് ഡെത്ത് കേസുകൾ വന്നിരിക്കുന്നത് 18,386. അൺട്രേസബിൾ ആബ്സെന്റ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് 13,689. പെർമനന്റ്ലി ഷിഫ്റ്റ് ആയി പോയവര് 20,459. ആൾറെഡി എൻറോൾ ആയിരിക്കുന്നവർ ഡബിളിംഗ് അത്
അതുമാതിരി കേസുകൾ 2571. ബാക്കിയുള്ള കാറ്റഗറി വരുന്നത് 1806. അങ്ങനെ 56,911 ആളുകളാണ് നമ്മൾ അൺകളക്ടബിൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. കരട് പട്ടികയിൽ പരാതികളും ആക്ഷേപങ്ങളും 2026 ജനുവരി 22 വരെ ഉന്നയിക്കാം. ഫെബ്രുവരി 21 അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. പേര് ചേർക്കുന്നതിന് ഫോം 6 പൂരിപ്പിച്ച് സമർപ്പിക്കണമെന്നും കളക്ടർ പറഞ്ഞു. മരണപ്പെട്ട 18,386 പേരും ബന്ധപ്പെടാൻ കഴിയാത്ത 13,689 പേരും സ്ഥലം മാറിപ്പോയ 20,459 പേരും 2 തവണ പേരുള്ള 2,571 പേരും മറ്റു വിഭാഗത്തിൽ 1,806 പേരുമായി ജില്ലയിലെ 56,911 പേർ SIR-ൽ ഉൾപ്പെട്ടിട്ടില്ല. 5.28% പേരാണ് ഇത്തരത്തിൽ SIR-ന്റെ ഭാഗമാകാത്തത്. കരട് വോട്ടർ പട്ടിക ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. കരട് വോട്ടർ പട്ടിക പ്രകാരം ജില്ലയിലെ ബൂത്തുകളുടെ എണ്ണം 983 നിന്ന് 1,141 ഉയർന്നു. 158 ബൂത്തുകൾ പുതുതായി രൂപീകരിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഹമൂദിന് കൈത്താങ്ങായി നാടൊന്നിച്ചു. തോട്ടം സ്വാന്തനം ക്ലബിന്റെ നേതൃത്വത്തിൽ ബക്കറ്റ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. വൃക്കരോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന തോട്ടം സ്വദേശി CH മുഹമ്മദിന്റെ ചികിത്സാ സഹായാർത്ഥം തോട്ടം സാന്ത്വനം ക്ലബ്ബ് സംഘടിപ്പിച്ച ബക്കറ്റ് ബിരിയാണി ചാലഞ്ച് നാടിന്റെ സ്നേഹസാന്ത്വനമായി മാറി. ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിന് ആളുകൾ പങ്കാളികളായ ചാലഞ്ച് വൻ വിജയത്തിലാണ് സമാപിച്ചത്. ചികിത്സാ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ജീവകാരുണ്യ യജ്ഞത്തിന് കരുത്തേകി കൊടക് MLA AS പൊന്നണ്ണ മഹമ്മൂദിന്റെ ചികിത്സാ ഫണ്ടിലേക്ക് 1 ലക്ഷം രൂപ കൈമാറി. കരിക്കൈ പഞ്ചായത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളായ രഞ്ജണ്ണ, പഞ്ചായത്ത് പ്രസിഡന്റ് ബാലചന്ദ്രൻ എന്നിവരുടെ പൂർണ്ണ സഹകരണവും സാന്നിധ്യവും പരിപാടിക്ക് ആവേശമായി. തോട്ടം മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റും ചികിത്സാ സഹായ സമിതി ചെയർമാനുമായ അഷ്റഫ് പാറയിൽ, കൺവീനർ ഷുഹൈബ് സഖാഫി, ഫിനാൻസ് ആഷിഖ് ചെമ്പേരി, കോർഡിനേറ്റർ ഉമ്മർ സഖാഫി എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നമ്മുടെ നാട്ടിലെ മഹമ്മൂദ് ഇച്ച എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ കിഡ്നി സംബന്ധമായ രോഗം വന്ന് വളരെ പ്രയാസത്തിൽ എറണാകുളത്ത് അഡ്മിറ്റാണ്. അദ്ദേഹത്തിന്റെ കിഡ്നി മാറ്റിവെക്കാൻ വേണ്ടി തോട്ടം സാന്ത്വനം ക്ലബിന്റെ നേതൃത്വത്തിൽ ഈ നാട് മുഴുവനും ഒരുമിച്ച് കൂടി, അതിൽ രാഷ്ട്രീയമോ സംഘടനാപരമോ അല്ലെങ്കിൽ വേറെ മതപരമായ അതിർവരമ്പുകളൊന്നും നോക്കാതെ എല്ലാവരും ഒരു ജീവന് വേണ്ടി കൈകോർത്ത് ബക്കറ്റ് ബിരിയാണി നടത്തി. അതിൻ്റെ വലിയൊരു പ്രചരണവും അതേപോലെ അതിൻ്റെ സംഘാടനവും വിതരണവുമാണ് ഇന്നിവിടെ നടക്കുന്നത്. എല്ലാ ആളുകളും ഇതിനുവേണ്ടി സഹകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും 1000 അഭിനന്ദനങ്ങൾ. SYS കാഞ്ഞങ്ങാട് സോൺ നേതാക്കൾ, തോട്ടം സാന്ത്വനം ക്ലബ് പ്രവർത്തകർ, വിവിധ മഹൽ കമ്മിറ്റികൾ, സാംസ്കാരിക കൂട്ടായ്മകൾ, ക്ലബ്ബുകൾ എന്നിവർ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയതോടെ ചലഞ്ച് നാടിന്റെ ഉത്സവമായി മാറി. ന്യൂസ് ബ്യൂറോ, പാണത്തൂർ. കുമ്പള ആരിക്കാടി ടോൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് മുസ്ലിം ലീഗും CPIM-ഉം ശ്രമിക്കുന്നതെന്ന് BJP കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചവർക്കെതിരെ സമഗ്രമായ അന്വേഷണം നടത്തി രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്ന് കെ ശ്രീകാന്ത് ആരോപിച്ചു. കുമ്പള ആരിക്കാടി ടോൾ ഗേറ്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജില്ലാ കളക്ടറുടെ ചേംബറിൽ ജനപ്രതിനിധികളുടെയോ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയോ യോഗം വിളിച്ചിട്ടില്ലെന്നും ജനപ്രതിനിധികൾ ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യവും ഉണ്ടാക്കിയിട്ടില്ലെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചവർക്കെതിരെ സമഗ്രമായ അന്വേഷണം നടത്തി രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരണമെന്ന് BJP കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ആവശ്യപ്പെട്ടു. ഹൈക്കോടതിയിൽ റിട്ട് ഹർജികൾ തള്ളുകയും അതിനെതിരെ നൽകിയ അപ്പീൽ പരാജയപ്പെടുമെന്ന് ഏതാണ്ട് ഉറപ്പായ സാഹചര്യത്തിൽ ആ ജാള്യത മറച്ചുവെക്കുവാൻ വേണ്ടി മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നതെന്നും ശ്രീകാന്ത് ആരോപിച്ചു. കുമ്പള ആരിക്കാടി ദേശീയപാതയിൽ ടോൾ പ്ലാസ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സഖ്യം അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇതുവഴി ജനങ്ങളെ തെറ്റിദ്ധരിക്കാനാണ് മഞ്ചേശ്വരം MLA അഷ്റഫും അതുപോലെ തന്നെ CPM-ൻ്റെ കുമ്പള ഏരിയ സെക്രട്ടറി സുബൈറും ശ്രമിക്കുന്നത്. ജനപ്രതിനിധികളുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ
യോഗം വിളിച്ചില്ല എന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് അനാവശ്യമായിട്ടുള്ള വിവാദം സൃഷ്ടിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ സഖ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവർ രണ്ടു കൂട്ടരും കാണിക്കുന്നത് കാപ്പട്യമാണ്, ജനവഞ്ചനയാണ്. കാരണം ഇല്ലാത്തൊരു യോഗത്തിൽ ഇറങ്ങി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൂട്ടർ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ കുമ്പള ഏരിയ സെക്രട്ടറി സുബൈർ മുസ്ലിം ലീഗിൻ്റെ ഏജൻ്റാണ്. അദ്ദേഹം മഞ്ചേശ്വരം MLA അഷ്റഫിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. ഈ രണ്ടു കൂട്ടരും അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണ്. ജനങ്ങൾ ഈ കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവരുടെ കാപട്യവും അതുപോലെ തന്നെ പൊള്ളിയായിട്ടുള്ള ആരോപണങ്ങളും തള്ളിക്കളിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വിഷയത്തിൽ ഇരു കൂട്ടരുടെയും കാപട്യം ജനങ്ങൾ തിരിച്ചറിയണമെന്നും കെ ശ്രീകാന്ത് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്രിസ്തുമസ് ആഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. കാഞ്ഞങ്ങാട് അപ്പോസ്തലസ് റാണി ചർച്ച് വികാരി റഫറന്റ് ഫാദർ ജോസ് അവനൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പള്ളിക്കര സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ക്രിസ്മസ് നവവത്സര ആഘോഷം വിവിധ കലാപരിപാടികളോടെയാണ് നടത്തിയത്. ആഘോഷ പരിപാടികൾ ആഫ്രിക്കയിലെ സിസ്റ്റർ റോസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. I am really excited to be here with you, and especially to participate in this celebration of Christmas. All the way from Kenya, I have come so that I can be with you and learn a bit of your culture, which is very nice and very rich. So I'm so happy to be with you, and I really wish you a Merry Christmas and a Happy New Year. മുഖ്യാതിഥിയായി ലണ്ടനിലെ സിസ്റ്റർ ലില്ലി പങ്കെടുത്ത് സംസാരിച്ചു. റവറന്റ് ഫാദർ ജോസ് ചടങ്ങിൽ സംസാരിച്ചു. മഞ്ഞു പൊഴിയുന്ന ബത്ലഹേം തെരുവീതികളുടെ നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തിൽ നിന്ന് അരയന്ന തേരിൽ ഇറങ്ങി വരുന്ന ക്രിസ്മസ് പാപ്പ പ്രേക്ഷകരിൽ കൗതുകമുണർത്തിക്കൊണ്ട് സ്റ്റേജിന്റെ പശ്ചാത്തലത്തിൽ നവ്യാനുഭവമായി. ജോസഫും മേരിയും ദൈവപുത്രനും പുൽക്കൂടിനുള്ളിൽ ഹംസരഥത്തിന്റെ അരികിലുണ്ടായിരുന്നതും ശ്രദ്ധേയമായി. കുട്ടികൾ അവതരിപ്പിച്ച വിവിധ നൃത്തരൂപങ്ങൾ ക്രിസ്മസ് പരിപാടിക്ക് മിഴിവേകി. കൂടാതെ SLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ദിയ ദിനേശ്, അനുഷ, ഗ്രീഷ്മ, ഫസാൻ കുന്നിൽ അബ്ദുള്ള എന്നീ വിദ്യാർത്ഥികൾക്ക് മൊമെന്റോകൾ നൽകി. തുടർന്ന് മുഴുവൻ കാണികൾക്കും ക്രിസ്മസ് കേക്ക് മുറിച്ച് വിതരണം ചെയ്തു. വർണ്ണശബളമായ ആഘോഷങ്ങൾക്ക് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ബ്രിജിത്ത് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി മാലിനി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കല്യോട്ട് ശ്രീ ഭഗവതി ക്ഷേത്ര കഴകം കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. കല്യോട്ട് ഭഗവതി ക്ഷേത്ര കഴകം കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി രക്തചാമുണ്ടി, വിഷ്ണുമൂർത്തി, തന്നിത്തോട് ചാമുണ്ടി എന്നീ ദൈവങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നിരവധി ഭക്തജനങ്ങളാണ് കല്യോട്ട് ശ്രീ ഭഗവതി ക്ഷേത്ര കഴക കളിയാട്ട മഹോത്സവം ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കല്യോട്ട്. 37ാമത് ദേശീയ സബ് ജൂനിയർ ടെന്നിക്കോയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ആവേശ തുടക്കം. 18 സംസ്ഥാനങ്ങളിൽ നിന്നായി ആൺകുട്ടികളും പെൺകുട്ടികളും അണിനിരന്ന ചാമ്പ്യൻഷിപ്പിന്റെ മുന്നോടിയായി ടൗണിലൂടെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയ താരങ്ങളെ സ്വീകരിച്ചാനയിച്ചു. 37ാമത് ദേശീയ സബ് ജൂനിയർ ടെന്നിക്കോയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് തുടക്കമായി. 18 സംസ്ഥാനങ്ങളിൽ നിന്നായി ആൺകുട്ടികളും പെൺകുട്ടികളും അണിനിരന്ന ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായി ടൗണിലൂടെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയ താരങ്ങളെ സ്വീകരിച്ചാനയിച്ചു.
വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ കായിക സംഘാടകരും ജനപ്രതിനിധികളും വിവിധ സംഘടനാ ഭാരവാഹികളും സ്വീകരണത്തിന് നേതൃത്വം നൽകി. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് കളിക്കാരുടെ മാർച്ച് പാസ്റ്റും നടന്നു. തുടർന്ന് അസോസിയേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി MR ദിനേഷ് കുമാർ, സംസ്ഥാന പ്രസിഡന്റ് M മധു, ജില്ലാ പ്രസിഡന്റ് M രവി എന്നിവർ അസോസിയേഷൻ പതാകകൾ ഉയർത്തി. ചാമ്പ്യൻഷിപ്പ് മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ ഫുട്ബോളർ M മുഹമ്മദ് റാഫി ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെയുള്ള ഒരുപാട് സ്പോർട്സ് പരമായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാഷണൽ ടീമിന് വേണ്ടിയിട്ടും നാഷണലിന് വേണ്ടിയിട്ടും അതുപോലെ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ല പ്ലെയേഴ്സിനെ കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് നല്ല പ്ലെയേഴ്സിനെ വാർത്തെടുത്ത് നമ്മൾ ഇന്ത്യക്ക് വേണ്ടി കളിക്കാനുള്ള എല്ലാ സജ്ജമായ കാര്യങ്ങളും എല്ലാവരും ചെയ്യണം. കൂടുതൽ മലയാളത്തിൽ സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവർക്കൊന്നും മനസ്സിലാവില്ലാന്ന് തോന്നുന്നു. എല്ലാവരും പുറത്തുനിന്ന് വന്ന ആൾക്കാരല്ലേ. അപ്പോൾ आप लोग सब मलयालम जानता है क्या नहीं है ना? आप लोगों को लिए बहुत अच्छा प्लेटफॉर्म मिला है इधर. आप लोग अच्छा से खेलो, अच्छा से खेल के आप इंडिया के लिए खेलने के लिए कोशिश करो. आप लोग के लिए सबके लिए ऑल द बेस्ट बोल रहा हूँ. आप लोग अच्छा खेल के जीत के वापस जाने हैं. सबके लिए ऑल द बेस्ट बोल रहे हैं. ഈ ഇനോഗ്രേഷനിൽ വിളിച്ച ഇതിൻ്റെ ഭാരവാഹികളോട് എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ടെന്നിക്കോയത്ത് 37ാമത് നാഷണൽ ലെവലിലെ ടൂർണമെന്റ് ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. സംഘാടക സമിതി ചെയർമാൻ VK ബാവ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്യാമ സ്വാമിനാഥൻ, ട്രഷറർ HS ശ്രീകാന്ത്, ടെന്നിക്കോയിറ്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി KV ബിജു, സംഘാടക സമിതി ജനറൽ കൺവീനർ KV ഗോപാലൻ, ജില്ലാ പഞ്ചായത്ത് അംഗം M മനു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MTP ഷാഹിന, KK രാജേന്ദ്രൻ, VPP മുസ്തഫ, M മധു, M രവി, CV വിജയരാജ്, M ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഉറുമേസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച് തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നുവെന്നും രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് NREG വർക്കേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ സ്റ്റേറ്റ് ബാങ്ക് തൃക്കരിപ്പൂർ ശാഖയ്ക്ക് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. NREG വർക്കേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി P കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ മുദ്രാവാക്യവുമായാണ് തൊഴിലാളികൾ തൃക്കരിപ്പൂർ ടൗണിൽ മാർച്ച് നടത്തിയത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൃക്കരിപ്പൂർ ശാഖ പരിസരത്ത് നടന്ന പ്രതിഷേധ ധർണ NREG വർക്കേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി P കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. മെല്ലെ മെല്ലെ ഒന്ന് ഞെരുക്കാനുള്ള സമീപനം സ്വീകരിച്ചു. അത് ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ പദ്ധതി വിഹിതത്തിനകത്ത് തന്നെ വെട്ടിക്കുറവുകൾ ഓരോ ഘട്ടത്തിലും വരുത്തുകയാണ്. അപ്പോൾ NREG വർക്കേഴ്സ് യൂണിയനും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ വർക്കേഴ്സ് യൂണിയനും ഈ വിഷയത്തെ വളരെ ശ്രദ്ധേയമായ നിലയിൽ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കേരളത്തിനകത്ത് നമുക്കറിയാം, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ രാഷ്ട്രീയത്തിന്റെ നിറം നോക്കാതെ, മതത്തിന്റെയോ ജാതിയുടെയോ തുരുത്തുകൾ നോക്കാതെ എല്ലാ വിഭാഗം ഗ്രാമീണ ദാരിദ്ര്യ മേഖലക്കകത്തും പുരോഗതി ഉണ്ടാവുക, എല്ലാ ഗ്രാമീണ മേഖലക്കകത്തും സാമ്പത്തികപരമായ സ്വയം പര്യാപ്തതയുടെ പുതിയൊരു വഴിയിൽ കടന്നു പോവുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ പ്രവർത്തനം ഏറ്റവും മാതൃകാപരമായി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ 19ഓടുകൂടി മോദി സർക്കാർ ഇതിനുമേലെ ചില കടന്നുകയറ്റങ്ങൾ നടത്താൻ തുടങ്ങി. NREG വർക്കേഴ്സ് യൂണിയൻ പഞ്ചായത്ത് പ്രസിഡന്റ് TV ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം AV രമണി, ഏരിയ കമ്മിറ്റി അംഗം T ശ്യാമള, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ M രാമചന്ദ്രൻ, KV രാധ, CPM തൃക്കരിപ്പൂർ ലോക്കൽ സെക്രട്ടറി TP ഉഷ, VV സുരേഷൻ, TV പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കല്ലുരാവി പഴയ കടപ്പുറത്തെ ഔഫ് അബ്ദുൾ റഹ്മാന്റെ 5ാം രക്തസാക്ഷി ദിനം ആചരിച്ചു. പുഷ്പാർച്ചന നടത്തി. കല്ലൂരാവി പഴയ കടപ്പുറത്തെ ഔഫ് അബ്ദുൾ റഹ്മാന്റെ 5ാം രക്തസാക്ഷി ദിനത്തിൽ പഴയ കടപ്പുറത്ത് പുഷ്പാർച്ചനയും പതാക ഉയർത്തലും നടത്തി. DYFI ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. ഓരോ രക്തസാക്ഷിത്വവും നമ്മോട് വിളിച്ചു പറയുന്നത് ഒരു നാട്ടിൽ നിലനിൽക്കുന്ന
എല്ലാ അനീതിക്കെതിരെയുമുള്ള പോരാട്ടത്തിൽ ജീവിതത്തിൻ്റെ ഏറ്റവും നിറമുള്ള കാലം ആ നാടിനെ സമ്മാനിച്ചിട്ടാണ്. ആ നാടിൻ്റെ വെളിച്ചമുണ്ടാവുന്നതിന് വേണ്ടി എല്ലാ ഇരുട്ടിനെയും അകറ്റിക്കൊണ്ടാണ് പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് വേർപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. ഇവിടെയും നേരത്തെ സൂചിപ്പിച്ച പോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി 2020 ഔഫ് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ എല്ലാം ചുക്കാൻ പിടിച്ചിരുന്ന ഏറ്റവും മുടുക്കനായ ചെറുപ്പക്കാരൻ DYFIയുടെ പ്രിയപ്പെട്ട സഖാവായിരുന്നു. ആ ഔഫിനെയാണ് മുസ്ലിം ലീഗിന്റെ ക്രിമിനൽ സംഘം അതിദാരുണമായി കൊല ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിച്ചത്. ഈ പ്രദേശത്തിനകത്തുനിന്ന് മാത്രമല്ല, കേരളത്തിലെമ്പാടും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വലിയ നിലയിൽ ഒരു മുന്നോട്ട് പോക്കുണ്ടാവുന്ന സാഹചര്യത്തിലാണ് എങ്ങനെയെങ്കിലും ഈ വിധമുള്ള ഒരു മുന്നോട്ട് പോക്ക് മനുഷ്യനെ കൊന്നു നിന്നാൽ അല്ലെങ്കിൽ അയാളെ ഇല്ലാതാക്കിയാൽ അത് സാധ്യമാവുമെന്നതിന്റെ തിരിച്ചറിവില്ലെന്നുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ ക്രിമിനൽ സംഘം ഈ വിധമുള്ള പ്രവർത്തനം നാടിന്റെ പ്രിയങ്കരനായിരുന്ന പ്രിയപ്പെട്ട ഔഫിനെ അരുങ്കൊല ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഭീതി പരത്താൻ ആവശ്യമായി നില സ്വീകരിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് വിപിൻ ബല്ലത്ത് അധ്യക്ഷത വഹിച്ചു. DYFI മുൻ സംസ്ഥാന ട്രഷറർ VV രമേശൻ, സംസ്ഥാന കമ്മിറ്റി അംഗം K സബീഷ്, മുൻ ജില്ലാ പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് K രാജ്മോഹനൻ, PK നിഷാന്ത്, ബ്ലോക്ക് സെക്രട്ടറി V ഗിനീഷ്, അനീഷ് കുറുമ്പാലം, N പ്രിയേഷ്, NV ബാലൻ എന്നിവർ സംസാരിച്ചു. നിതിൻ കുശാൽ നഗർ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അതിയാമ്പൂർ ചിന്മയ സ്കൂൾ വാർഷികാഘോഷം നടന്നു. മുതിർന്ന അഭിഭാഷകൻ TK സുധാകര ആനുവൽ ഡേ ഉദ്ഘാടനം ചെയ്തു. കലാപരിപാടികൾ ശ്രദ്ധേയമായി. അതിയാമ്പൂർ ചിന്മയ സ്കൂളിന്റെ 47ാമത് വാർഷികാഘോഷം വൈവിധ്യങ്ങളായ പരിപാടികളോടെയാണ് നടന്നത്. ജില്ലയിലെ മുതിർന്ന അഭിഭാഷകൻ TK സുധാകരൻ ആനുവൽ ഡേ ഉദ്ഘാടനം ചെയ്തു. ഋഷീശ്വരന്മാർ തപസ് ചെയ്തു, ധ്യാനത്തിലൂടെ തപസ്സിലൂടെ അവർ ആർജിച്ച വിദ്യ ലോകത്തിന് പകർന്നു കൊടുക്കുകയുണ്ടായി. ആ വിദ്യയിൽ വെട്ടിപ്പിടിക്കാനും യുദ്ധം ചെയ്യാനുമല്ല ആഹ്വാനം ചെയ്തത്. പരിത്യാഗത്തിലൂടെ, ത്യാഗത്തിലൂടെ നേടുക, ത്യാഗത്തിലൂടെ സമ്പാദിക്കുക. ആ സമ്പാദ്യമാണ് സന്തോഷം, ആനന്ദം. വെട്ടിപ്പിടിക്കാനും യുദ്ധം ചെയ്ത ആളുകളുടെയും ഒരുപാട് കാര്യങ്ങളും അതുപോലുള്ള സംഭവങ്ങളും കേട്ടു വളരുന്ന തലമുറയാണ് നാം. ഈ ഭാരതം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പാടി ലോകത്തിൽ മുഴുവൻ സുഖം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു രാജ്യം ഭാരതമാണ്. അല്ലാതെ മറ്റൊരു രാജ്യമില്ല. ചിന്മയ വിദ്യാലയം പ്രസിഡന്റ് വിശ്വാനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ C ചന്ദ്രൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചിന്മയ മിഷൻ പ്രസിഡന്റ് M ശ്രീകണ്ഠൻ നായർ, ട്രസ്റ്റ് ബോർഡ് ട്രഷറർ HS ഭട്ട്, ബ്രിഗേഡിയർ KN പ്രഭാകരൻ നായർ, പ്രോഗ്രാം കോർഡിനേറ്റർ ഗീത രാമകൃഷ്ണൻ, വൈസ് പ്രിൻസിപ്പൽ P മിനി എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി ബാബു രാജേന്ദ്ര ഷേനായി സ്വാഗതവും സ്കൂൾ ലീഡർ മനീഷ ഇന്ദുകുമാർ നന്ദിയും പറഞ്ഞു. വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള ആദരം സംഘടിപ്പിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ ശ്രദ്ധേയമായി. 34 ഇനങ്ങളിലായി 375 വിദ്യാർത്ഥികൾ വൈവിധ്യങ്ങളായ നിരവധി പരിപാടികളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാവണേശ്വരം കോതോളങ്കര ദുർഗാ ഭഗവതി ക്ഷേത്ര നവീകരണ ഒറ്റത്തറ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ദുർഗാ അമ്മ ആരാധനയുടെ ചരിത്രവും വർത്തമാനവും സോവനീർ പ്രകാശനം ചെയ്തു. രാവണേശ്വരം കോതോളംകര ദുർഗാ ഭഗവതി ക്ഷേത്ര നവീകരണ ഒറ്റത്തിറ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ദുർഗാ അമ്മ ആരാധനയുടെ ചരിത്രവും വർത്തമാനവും സോവനീറിന്റെ പ്രകാശനം നടന്നു. പ്രമുഖ എഴുത്തുകാരുടെ ലേഖനങ്ങളും കവിതകളും ഉൾപ്പെടുത്തി വിദ്യാർത്ഥികൾക്കും ചരിത്രകാരന്മാർക്കും പൊതുജനങ്ങൾക്കും അമ്മ ആരാധനയെക്കുറിച്ച് അറിവ് പകർന്നു നൽകുന്ന ഉത്തമ പുസ്തകമാണ് ദുർഗാ അമ്മ ആരാധനയുടെ ചരിത്രവും വർത്തമാനവും. കവി ദിവാകരൻ വിഷ്ണുമംഗലം അജാനൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ A തമ്പാൻ മക്കാക്കോടിന നൽകി പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. ഞാൻ കവിതയിൽ വ്യാപരിക്കുന്ന ഒരാളായതുകൊണ്ട് മുച്ചിലോട്ട് ഭഗവതിയുടെ ഒരു സോവനീർ ഇറക്കുന്ന സമയത്ത് എന്നെ അതിൽ എഡിറ്ററാക്കി. അപ്പൊ ഞാൻ ആദ്യം ഇതുപോലെ തന്നെ ഇവർ പറഞ്ഞ അതേപോലെ തന്നെയാണ് അവരോട് പറഞ്ഞത്. അന്നും ഇതേപോലെ തന്നെ നാട്ടിലെ ചരിത്രം രേഖപ്പെടുത്താനാണ് ഞങ്ങൾ ശ്രമിച്ചത്.
അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അമ്മ ദൈവം എന്ന് പറയുന്നത് പ്രകൃതിയെക്കുറിച്ചുള്ള ധ്യാനം തന്നെയാണ്. പ്രകൃതിയിൽ നിന്നാണ് നമുക്കെല്ലാം ലഭിക്കുന്നത്. അപ്പോൾ പ്രകൃതിയെ ആരാധിക്കുക എന്ന് പറയുന്നത് ഒരു ദൈവപൂജ തന്നെയാണ്. രവീന്ദ്രൻ രാവണേശ്വരം അധ്യക്ഷത വഹിച്ചു. എൻ കേളു നമ്പ്യാർ, കപ്പണക്കാൽ കുഞ്ഞിക്കണ്ണൻ ആയത്താർ, അനീഷ് ദീപം, വി ഗോവിന്ദൻ, എൻ അശോകൻ നമ്പ്യാർ, അനീഷ് രാവണേശ്വരം, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രതീഷ് വെള്ളംതട്ട, കെ വി പ്രവീൺകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിനും പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിനും അരികിലുള്ള കുഴി അപകട ഭീഷണി ഉയർത്തുന്നു. ഡ്രൈവർമാർക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ ദുരിതമാകുന്ന ഈ കുഴി അടച്ച് സുരക്ഷ ഉറപ്പാക്കാൻ നടപടികളില്ലെന്ന പരാതി ശക്തമാണ്. കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിനും പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിനും അരികിലൂടെ കരുതലോടെ പോയില്ലെങ്കിൽ വലിയ അപകടം തന്നെ സംഭവിച്ചേക്കാവുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഡ്രൈവർമാർക്കും കാൽനടയാത്രക്കാർക്കും ഒരുപോലെ അപകട ഭീഷണി ഉയർത്തി വലിയ കുഴിയാണ് ഇവിടെയുള്ളത്. കാൽനട യാത്രക്കാരുടെ കാൽ മാത്രമല്ല, വാഹനങ്ങളുടെ ടയർ വരെ വീഴ്ത്തുന്ന വീതിയിലും ആഴത്തിലുമുള്ളതാണ് ഈ വൻ കുഴി. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നവർക്ക് മാത്രമല്ല, ജില്ലയിലെ ജനപ്രതിനിധികളും കലക്ടറും വിവിധ വകുപ്പുകളുടെ ജില്ലാതല മേധാവികളും കടന്നുപോകുന്ന റോഡിൽ മാസങ്ങളായി അപകടത്തിന്റെ വാപ്പിളർന്നു നിൽക്കുന്ന കുഴി അടച്ച് സുരക്ഷ ഉറപ്പാക്കുവാൻ നടപടികളില്ലെന്ന പരാതി ശക്തമാണ്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്നതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി വേണം വാഹനങ്ങൾക്ക് ഇതുവഴി പോകുവാൻ. ഏത് സമയത്തും വാഹനങ്ങളുടെ ടയർ കുഴിയിൽ വീഴാം. ടയർ കുരുങ്ങിയാൽ പുറത്തെടുക്കുന്നത് ദുഷ്കരമാകും. ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈനിൽ ചോർച്ച കാരണം വെള്ളക്കെട്ടുണ്ടാകുവാനുള്ള സാധ്യതയുമുണ്ട്. വെള്ളക്കെട്ടുണ്ടായാൽ കുഴി കാണുവാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകും. ഇത് വാഹനങ്ങൾക്ക് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. മഴക്കാലമാകുമ്പോൾ ഈ ദുരിതം വർദ്ധിക്കും. അതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് വിഷയത്തിൽ ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെയും ഡ്രൈവർമാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കിയുള്ള ക്രിസ്മസ് ആഘോഷലഹരിയിൽ നാടും നഗരവും. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ കരുണയുടെയും ശാന്തിയുടെയും ദൂതുമായി യേശു പിറന്നതിന്റെ ഓർമ്മ പുതുക്കലാണ് ക്രിസ്തുമസ്. കാസർഗോഡ് ജില്ലയിൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ജില്ലയിലെ 94.72% പേരെ SIR പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്താൻ സാധിച്ചതായി ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ പറഞ്ഞു. മഹമ്മൂദിന് കൈത്താങ്ങായി നാടൊന്നിച്ചു. തോട്ടം സാന്ത്വനം ക്ലബിന്റെ നേതൃത്വത്തിൽ ബക്കറ്റ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. കുമ്പള ആരിക്കാടി ടോൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് മുസ്ലിം ലീഗും CPM-ഉം ശ്രമിക്കുന്നതെന്ന് BJP കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്. ജില്ലയിലെ സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. കല്യോട്ട് ശ്രീ ഭഗവതി ക്ഷേത്ര കഴകം കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.